വടകരയിലെ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിലെ പോലീസ് അന്വേഷണം ഇനി മൊബൈൽ ഫോണിന്റെ ഫോറൻസിക് പരിശോധനാ ഫലം അടിസ്ഥാനമാക്കിയായിരിക്കും മുന്നോട്ട് നീങ്ങുക. വ്യാജ സ്ക്രീൻഷോട്ട് ഉറവിടം കണ്ടെത്തണമെങ്കിൽ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനാ ഫലം നടത്തിയ ഫലം ലഭിക്കണം. ആരോപണ വിധേയനായ PK മുഹമ്മദ് ഖാസിം ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് നീങ്ങിയത്. ഓരോ ഘട്ടത്തിലും ഹൈക്കോടതി ഇടപെട്ട് തുടങ്ങിയതോടെ പരാതി ലഭിച്ച് 4 മാസം തികയാനിരിക്കെ കഴിഞ്ഞ ദിവസം അന്വേഷണ റിപ്പോർട്ട് പോലീസ് കോടതിയിൽ കൈമാറി. ഒടുവിൽ അന്വേഷണം എത്തി നിൽക്കുന്നത് അധ്യാപകനും വടകരയിലെ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റുമായ റിബേഷിലാണ്. എന്നാൽ വ്യാജ സ്ക്രീൻഷോട്ട് എവിടെ നിന്ന് ലഭിച്ചെന്ന് റിബേഷ് മൊഴി നൽകിയിട്ടില്ല. കഴിഞ്ഞ ജൂൺ 30-നാണ് റിബേഷിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്. ഫോൺ പിടിച്ചെടുത്ത് കോഴിക്കോട് ഫോറൻസിക് സയൻസ് ലാബിലേക്ക് അയക്കുകയും ചെയ്തു. വിവാദമായ സ്ക്രീൻഷോട്ട് റിബേഷ് നിർമ്മിച്ചതാണോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തതാണോ എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ പരിശോധനാ ഫലം പുറത്തുവരണം. ഫലം വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ലാബിൽ കത്ത് നൽകിയോ എന്നതിനെക്കുറിച്ച് ഹൈക്കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുമില്ല. അതായത് ഫലം കിട്ടുന്ന മുറയ്ക്കായിരിക്കും അന്വേഷണം മുന്നോട്ട് നീങ്ങുക. റിപ്പോർട്ടർ, കോഴിക്കോട്.